ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ തീയിട്ട സംഭവം ആസൂത്രിതമെന്ന് സംശയം. തീയിട്ട ശേഷം രക്ഷപ്പെട്ട പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണ്. അക്രമിയുടെ മൊബൈൽ ഫോൺ അടങ്ങുന്ന ബാഗ് ട്രാക്കിൽ നിന്നും കണ്ടെടുത്തു. പൊള്ളലേറ്റ 9 പേരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. അതേസമയം തീപിടുത്തത്തിനിടെ ട്രെയിനിൽ നിന്നും കാണാതായവരുടെ മൃതദേഹം എലത്തൂർ സ്റ്റേഷന് സമീപത്തെ ട്രാക്കിൽ കണ്ടെത്തി. കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ റഹ്മത്തും സഹോദരിയുടെ 2.5 വയസ്സുള്ള മകൾ സഹറ, നൗഫീക എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി റിയാസ് KM ഉണ്ട്. റിയാസ്, അടിമുടി ദുരൂഹത നിറഞ്ഞിരിക്കുകയാണ് ഈ സംഭവത്തിൽ. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്? അതായത് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് പ്രധാനമായും ഫോറൻസിക്കിന്റെ പരിശോധന തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ എലത്തൂർ പാലത്തിന് സമീപത്ത് നിന്നും ആക്രമിച്ചത് എന്ന് സംശയിക്കുന്ന ബാഗും മൊബൈൽ ഫോണും ഉൾപ്പെടെ കണ്ടെടുത്തിരുന്നു. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. മാത്രമല്ല അതിൽ നിന്നും വസ്ത്രങ്ങളും കണ്ണടയും ചാർജറും അടക്കമുള്ള സാധനങ്ങളും ഈ ബാഗിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് സംബന്ധിച്ച ഫോറൻസിക് പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത്. കൂടാതെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയ ഒരു കുറിപ്പെഴുതിയ നോട്ട് ബുക്കും ലഭിച്ചിരുന്നു. അതിൽ വലിയ ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നു. മാത്രമല്ല അക്രമിക്കായുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലെ ഈ അക്രമി രക്ഷപ്പെട്ടത് ഒരു ബൈക്കിലാണ്. ഈ ബൈക്ക് സംബന്ധിച്ച സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൂരാച്ചുണ്ട് സ്വദേശിയുടേതാണ് ഈ ബൈക്ക് എന്ന ഒരു വിവരമാണ് പ്രധാനമായും പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അത് സംബന്ധിച്ച ഒരു അന്വേഷണം പുരോഗമിക്കുകയാണ്. മാത്രമല്ല കണ്ണൂരിൽ നിലവിൽ ഇന്നലെ ഈ അട്ടിമറി സാധ്യത എന്നൊരു സംശയം ഒരു നിമിഷം ലൈനിൽ തുടരുക. ഇപ്പോൾ റിട്ടയർഡ് SP ആയിട്ടുള്ള സുഭാഷ് ബാബു നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, അങ്ങയുടെ ഒരു അനുഭവ പരിചയത്തിന്റെ വെളിച്ചത്തിൽ ഈ ഒരു സംഭവത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? നിരവധി ദുരൂഹതകൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്ന് ഉള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ വിശകലനം ചെയ്യുന്നത്? അടിസ്ഥാനപരമായിട്ട് നമ്മുടെ തീവ്രവാദ നിയമ UAPA നിയമം അനുസരിച്ച് ടെററിസം എന്ന് പറയുന്നതിന്റെ പരിധിയിൽ ഇത് വരും. കാരണം ഏതെങ്കിലും ആളുകൾക്കോ വസ്തുവിനോ നാശം വരുത്തണമെന്നും ഭീതി പരത്തണമെന്നും ഉള്ള ഒരു സംഭ്രാന്തമായ ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്നുള്ള രീതിയിൽ സ്ഫോടക വസ്തുക്കളോ ഇതേമാതിരി ഇന്ധനങ്ങളോ ഉപയോഗിച്ചിട്ട് നടത്തുന്ന തീവെപ്പോ അതേമാതിരിയുള്ള പ്രവർത്തനങ്ങളോ ഒക്കെ തീവ്രവാദത്തിന്റെ പരിധിയിൽ നിർവചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇത് ഒരു തീവ്രവാദത്തിന്റെ പരിധിയിൽ തന്നെ വരും. അതുപോലെ തന്നെ ഇതിൽ എന്താ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഏതെങ്കിലും സ്ഥലത്തല്ല, ഇത് ഒരു ഓടുന്ന ട്രെയിനില് തീർത്തും എവിടെങ്കിലും നിർത്തി പെട്ടെന്ന് ഏതെങ്കിലും രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് തെരഞ്ഞെടുത്തുകൊണ്ട് ഇതേമാതിരി ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്ന് ന്യായമായും സംശയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഈ കേസിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിലെ സംബന്ധിച്ച കാര്യം എന്താണ്, ഒരു വ്യക്തി അവിടെ കയറുക, ട്രെയിനിനകത്തിരിക്കുക, അതിലെ യാത്രക്കാരനാകാതിരിക്കുക, അവിടെ ഇരുന്നതിന് ശേഷം അവിടെ ഇരുന്ന് അതേ ഒരു വ്യക്തമായ സ്ഥലത്ത് എത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ പെട്രോൾ ഒന്നിലധികം കുപ്പികളിൽ ശേഖരിച്ചതിൽ ഒരു കുപ്പിയിലെ പെട്രോൾ എടുത്ത് ആളുകളുടെ മുകളിലേക്ക് സ്പ്രേ ചെയ്തതിന് ശേഷം പെട്ടെന്ന് അത് കത്തിക്കുകയാണ്. പെട്രോളെ സംബന്ധിച്ചോളം കത്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ ആളിപ്പടരുന്നതാണ്. അവരെ സംബന്ധിച്ച് രക്ഷപ്പെടാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് ഓടുന്ന ട്രെയിനിലാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ സംഭ്രാന്തമായ സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ട്. അത് നടന്നത് എവിടാന്ന് വെച്ചാൽ ട്രെയിനിന്റെ ഉള്ളിൽ നിന്നാണ്. ട്രെയിനിൽ നിന്ന് ആളുകൾക്ക് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കാവുന്ന സാഹചര്യം തന്നെയാണുള്ളത്. കാരണം ഇതിൽ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും തീവ്രവാദത്തെ ബന്ധപ്പെടുത്തി തീവ്രവാദം വളരാനുള്ള സാഹചര്യങ്ങളുടെ ഭാഗമായി പറയുന്ന ഗോദ്ര സംഭവങ്ങളുടെ അതേ രീതിയിലുള്ള ഒരു ആക്രമണം എന്ന് നമുക്കിതിനെ ന്യായമായും സംശയിക്കാവുന്നതാണ്. കാരണം ട്രെയിനിലാണ്, തീ കത്തി, പെട്രോളാണ്. ഇത് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് ആളുകൾ ഇതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ധൃതി പിടിച്ച് ഓടുകയും ആർക്കും രക്ഷപ്പെടാത്ത സാഹചര്യത്തിലും വരുമ്പോൾ ഇത് കരുതിക്കുട്ടിയാണ്, ആസൂത്രണം ചെയ്താണെന്ന് സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിലുള്ള പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ അക്രമി അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് വളരെ നാടകീയമായിട്ട് അത്ഭുതകരമായ സാഹചര്യത്തിൽ. അദ്ദേഹം അവിടെ നിന്ന് ട്രെയിൻ എവിടെ നിർത്തുമെന്ന് ആർക്കും അറിയില്ല. ട്രെയിൻ നിർത്തിയതിന് ശേഷം അദ്ദേഹം റോഡിലെത്തുന്ന സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിനെ കാത്തു നിൽക്കുന്ന മാതിരി ഒരു വാഹനം കാത്തു നിൽക്കുകയും അദ്ദേഹം അതിൽ കയറി രക്ഷപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ
ന്യായമായും ഇത് ഗൂഢാലോചനയുടെ പാത്രം ആസൂത്രമായി ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തി എന്നുള്ളതിന് സംശയിക്കാൻ മതിയായ കാരണങ്ങൾ അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായതുകൊണ്ട് പോലീസ് എന്തായാലും ഗൗരവതരമായി അത് അന്വേഷണം നടത്തുന്നുണ്ട്. തന്നെ അടിയന്തരമായിട്ട് NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയും അവർ ഇതിനകത്ത് സത്വരമായ നടപടി സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഈ കേസിലുണ്ടെന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്നു. ഇത് ഒരു ഭീതിയ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഒരു വാഹനത്തിൽ, അതായത് റെയിൽവേ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാഹന നമ്മുടെ സംവിധാനത്തിന് ഉള്ളിൽ ഇത് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ വലിയൊരു ഭീതിയാണ് ആളുകളെ സംബന്ധിച്ചുള്ളത്. നാളെ ഇപ്പൊ എന്ത് സംഭവിക്കും, ഇന്ന് ഓരോ സമയം സംഭവിക്കുന്ന ആളുകളുടെ ഭയം. അപ്പോൾ അതൊക്കെ കണക്കാക്കുമ്പോൾ ഇത് ആസൂത്രിതമായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു തീവ്രവാദ പ്രവർത്തനമാകാനുള്ള എല്ലാ സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. വ്യക്തിവിദ്വേഷത്തിന്റെ പേരിലാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ ഒരു വ്യക്തിയെ ആക്രമിച്ചോ, ഇതല്ല. ഇത് അവിടെ ഇരിക്കുന്ന മൊത്തമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് അത് തീ കത്തിയതിന്റെ സാഹചര്യത്തെ മറ്റാളുകളാൽ പിടിക്കപ്പെടുമെന്നുള്ള ഭീതിയിൽ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ബാഗ് അവിടെ ഉപേക്ഷിച്ച് രക്ഷപ്പെടേണ്ടി വരുന്നത്. അതുകൊണ്ട് നമുക്ക് കേസന്വേഷണത്തിൽ കുറച്ചുകൂടെ സൗകര്യമാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിനെ തിരിച്ചറിയാനുള്ള ഒരു വസ്തു തെളിവായി അതിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും ഇത് ആ ഗൗരവത്തോടുകൂടി ഇത് കൈകാര്യം ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്തരത്തിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന തെളിവുകൾ, അത് ബാഗ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒരു അന്വേഷണത്തെ ഏത് രീതിയിലായിരിക്കും സഹായിക്കുക? ഒപ്പം തന്നെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തുമ്പോൾ വളരെ ആസൂത്രിതമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് മിസ്ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്താറുള്ളതല്ലേ? അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് ഒരു വ്യക്തി മാത്രം വരുന്നു, അദ്ദേഹം മാത്രം അതിനകത്ത് പെടുന്നു. അതായത് നേരിട്ട് ബന്ധം ആ വ്യക്തിക്ക് മാത്രമുള്ള രീതിയ സാഹചര്യത്തിലാണ്. ഒരു വ്യക്തി വരുമ്പോൾ അതിനെ ന്യായമായിട്ടും സംശയിക്കില്ല. അപ്പോൾ അത് അദ്ദേഹം ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹം രക്ഷപ്പെടുന്ന മാർഗങ്ങൾ ഉൾപ്പെടെ, പിന്നെ ഈ ചെയ്യപ്പെട്ട സ്ഥലം, ചെയ്ത ആ വാഹനം, അതായത് ട്രെയിൻ എന്ന് പറയുന്ന യാനത്തിലാണ് ഇത് ചെയ്യപ്പെട്ടത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എന്തായാലും ശരി, ഇത് വളരെ ഗൗരവതരമായിട്ട് സമൂഹത്തിൽ വലിയൊരു ഭീകരവാദ പ്രത്യാഘാതം ഉണ്ടാക്കണം, ഭയം സൃഷ്ടിക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് ന്യായമായും ബലവത്തായി സംശയിക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. അങ്ങനെയാണോ ഇല്ലയോ എന്നുള്ള അന്വേഷിച്ചു നോക്കണം. എന്തായാലും ഒരു മാനസിക രോഗി ചെയ്തു അല്ലാതെ ആരും ചെയ്യില്ലല്ലോ. മാനസിക രോഗി അല്ലേ തീവ്രവാദി. അപ്പൊ മാനസികരോഗിയാകാനുള്ള സാഹചര്യങ്ങൾ അതിനകത്ത് കാണുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ രീതിയിൽ രക്ഷപ്പെടില്ല. അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താനൊരു സംവിധാനം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അത് ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊരു സാഹചര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനകത്ത് പ്രകടമായി കാണുന്നില്ല എന്ന് പറയാം. ചില കേന്ദ്രങ്ങളെങ്കിലും പറയുന്നത് മാവോയിസ്റ്റ് രീതിയിലുള്ള ആക്രമണം ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ആക്രമണമാണോ ഈ ഉണ്ടായിരിക്കുന്നത്? അങ്ങയുടെ അനുഭവ പരിചയത്തിൽ നിന്നും ഒന്ന് പറയുകയാണെങ്കിൽ. തീർച്ചയായിട്ടും. ഇപ്പം മാവോയിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടാകാനുള്ള സാഹചര്യം ഇല്ല. അവരായിക്കൂടായിയൊന്നുമില്ല. ഇത് തീവ്രവാദം, മാവോയിസ്റ്റ് ആക്രമണമായാലും അത് തീവ്രവാദമാണല്ലോ ഇപ്പോൾ. അപ്പം അത് തീവ്രവാദം ഏത് വിഭാഗത്തിൽ നിന്നായാലും ശരി, അതിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം എന്നേ പറയാൻ പറ്റുള്ളൂ. അത് അവരാവാം, ഏതെങ്കിലും മറ്റു തീവ്രവാദ സംഘടനകളാകാം, അല്ലെങ്കിൽ രാജ്യദ്രോഹികളായിട്ട് മറ്റേതെങ്കിലും ഗ്രൂപ്പ്, നമ്മൾ തിരിച്ചറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും ഗ്രൂപ്പുകൾ മറ്റു സ്ഥലങ്ങളിൽ വന്നിട്ട് ചെയ്യാനുള്ള സാഹചര്യവും തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും ഇത് സ്വഭാവമുള്ള ഒരു അക്രമ പ്രവർത്തനം, അതായത് സമൂഹത്തിന് ഭീതി പരത്തുന്ന രീതിയിൽ ഉള്ള ഒരു അക്രമ പ്രവർത്തനമായിട്ട് മാത്രമേ നമുക്ക് അതിനെ ചിത്രീകരിക്കാൻ പറ്റൂ. വളരെ നന്ദി. ഈ ഘട്ടത്തിൽ അങ്ങയുടെ വിലപ്പെട്ട ഒരു വിലയിരുത്തൽ നൽകിയതിന്. റിയാസ് KMR ലൈനിൽ തുടരുകയാണ്. റിയാസ്, നിലവിൽ എന്തെല്ലാം നടപടിക്രമങ്ങളാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രധാനമായും ഈ കേരള പോലീസും അതുപോലെ തന്നെ റെയിൽവേ പോലീസും ഈ കേസ് സംയുക്തമായി അന്വേഷിക്കും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുതുതായി ലഭിക്കുന്നത്. കാരണം ഇന്ന് ഈ ഒരു ഘട്ടം വരെ രണ്ട് സമാന്തര രീതിയിലുള്ള അന്വേഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. എന്തായാലും രണ്ട് ടീമുകളും സംയുക്തമായ അന്വേഷണത്തിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി
DGP ഈ സംഭവസ്ഥലം സന്ദർശിക്കും. കൂടാതെ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച്, റെയിൽവേ മന്ത്രാലയം ഇത് സംബന്ധിച്ച് അട്ടിമറി സാധ്യത സംശയിക്കുന്നുണ്ട്. ഇതിന് പിറകിൽ വലിയ തീവ്രവാദി അക്രമമോ അല്ലെങ്കിൽ മാവോയിസ്റ്റ് അക്രമമോ നടന്നോ എന്നുള്ള സാധ്യതകളും പരിശോധിക്കുകയാണ്. മാത്രമല്ല റെയിൽവേ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. വധശ്രമം, സ്ഫോടക വസ്തു നിരോധന നിയമം തുടങ്ങിയ 5 വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ റെയിൽവേ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ ലോക്കൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും ഇവിടെ പുരോഗമിക്കുകയാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അക്രമിക്കായുള്ള തെരച്ചിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിർണായകമായ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ വ്യക്തമാക്കിയതാണ്. അക്രമിയെന്ന് സംശയിക്കുന്നയാൾ ട്രെയിൻ നിർത്തിയ ശേഷം റോഡിലേക്ക് ഇറങ്ങുന്നതും അവിടത്തേക്ക് വന്ന ഒരു ബൈക്കിൽ കയറി പോകുന്നതും ആ ബൈക്ക് കൈ കാണിക്കാതെയാണ് നിർത്തുന്നത് എന്നുള്ളത് ഏറെ സംശയകരമാണ്. ഈ ബൈക്കിനെ സംബന്ധിച്ചുള്ള ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. കൂരാച്ചുണ്ട് സ്വദേശിയുടേതാണ് ഈ ബൈക്ക് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. എന്തായാലും പോലീസ് ശക്തമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടത്തി വരുന്നത്. റിയാസ്, ഒപ്പം തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ. മാവോയിസ്റ്റ് ആക്രമണം ഒരുപക്ഷെ ഉണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ചില കേന്ദ്രങ്ങൾ പറയുന്നു. ഒപ്പം തന്നെ കൃത്യമായ രീതിയിലുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ആക്രമണമാണ് എന്ന നിലയിലുള്ള വിശകലനങ്ങൾ ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ആസൂത്രിതമാണെന്ന കാര്യം പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ആസൂത്രിതമായ ഒരു അക്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് പ്രതി ഇത്തരത്തിലുള്ള കുറിപ്പുകൾ ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ആയി വന്നത് എന്നുള്ളതും പോലീസ് സ്ഥിരീകരിക്കുന്നു. അതിന് പുറമെ തന്നെ പ്രധാനമായും ഇതിന് പിന്നിൽ അട്ടിമറി സംശയിക്കുന്നുണ്ട് എന്ന കാര്യവും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അത് സംബന്ധിച്ചും പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. അതായത് മാവോയിസ്റ്റ് അക്രമമോ അല്ലെങ്കിൽ തീവ്രവാദി അക്രമമോ സാധ്യത ഉണ്ട്. അതിൽ പ്രധാനമായും പോലീസ് പറയുന്നത്, തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ഒരു അക്രമം എന്ന രീതിയിലായിരുന്നു. എന്നാൽ അതിനുമപ്പുറം ഇപ്പോൾ പ്രധാനമായും അതല്ല, അതിനപ്പുറം ആ ബോഗിയിൽ D1 കോച്ചിലുണ്ടായിരുന്ന യാത്രക്കാരെ ലക്ഷ്യമിട്ടുള്ള ഒരു അക്രമമാണ്. യാത്രക്കാരെ പരിഭ്രാന്തരാക്കി ഒരു അക്രമം നടത്തി രക്ഷപ്പെടുക എന്നുള്ളതാണ് അക്രമിയുടെ ലക്ഷ്യം എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അത് ഏതു തരത്തിലുള്ള സാധ്യതയാണ് എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതായത് ഇതിൽ തീവ്രവാദി ആക്രമം നടന്നോ അതല്ല മറ്റെന്തെങ്കിലും കാര്യമാണോ എന്നതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എബി, ഈ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും 3 പേരാണ് ഈ റെയിൽവേ ട്രാക്കിൽ ഇന്ന് പുലർച്ചെ 1:30 മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അതിൽ ഇന്നലെ കാണാതായിട്ടുള്ള മട്ടന്നൂർ പാലോട്ടുപള്ളി സ്വദേശിനി റഹ്മത്ത്, ഒപ്പം റഹ്മത്തിന്റെ സഹോദരിയുടെ, കോഴിക്കോട് ചാലിയത്തെ സഹോദരിയുടെ 2.5 വയസ്സുള്ള മകൾ സഹറ, കൂടാതെ പട്ടാന്നൂരിലെ നൗഫീഖ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇവരുടെ മൃതദേഹങ്ങളാണ് എലത്തൂർ റെയിൽവേ സ്റ്റേഷനും ഇന്നലെ വാഹനം നിർത്തിയിട്ട കോരപ്പുഴ പാലത്തിനും സമീപത്തുള്ള ഈ ഒരു ട്രാക്കിൽ നിന്നും കണ്ടെത്തിയത്. മാത്രമല്ല ഇവരെ കണ്ടതിന് സമീപത്തായാണ് ഈ പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ബാഗും മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ അടങ്ങിയ ടീഷർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അടങ്ങിയ ബാഗും കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ചെല്ലാം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവരുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ മരിച്ച ആളുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ പോലീസ് പ്രധാനമായും പറയുന്നത് ഈ 3 പേരും ഈ അക്രമം കണ്ട് പരിഭ്രാന്തരായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചാടി എന്നുള്ളതാണ്. ആ ചാടിയതിനിടയിലെ തലയടിച്ച് മരണം സംഭവിക്കുകയായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്നാൽ മറ്റ് സാധ്യതകളെ കുറിച്ചും ഈ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എബി, റിയാസ്, ഇപ്പോൾ പ്രതിയെക്കുറിച്ച് ഏതാണ്ട് വ്യക്തമായിട്ടുള്ള സൂചന ലഭ്യമായിട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള വാർത്തകൾ ഉൾപ്പെടെ വരുന്നുണ്ട്. UP സ്വദേശി ആണ് എന്ന നിലയിലുള്ള അനുമാനങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും ഉണ്ടാവുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് എലത്തൂർ പോലീസ് സ്റ്റേഷന്റെ മുൻപിലാണ്. പോലീസ് വിശദമായൊരു പരിശോധനകളാണ് ഇവിടെ നടത്തുന്നത്. പ്രതിയെ കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിയെക്കുറിച്ചുള്ള മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അല്പസമയത്തിനകം ഒരുപക്ഷെ അത് പോലീസ് പുറത്തുവിടാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാനാവില്ല. പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. കാരണം പെട്രോൾ, ഒപ്പം തന്നെ മൊബൈൽ ഫോൺ, ചാർജർ, ടീഷർട്ട് തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങിയ ബാഗ് പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച ഫോറൻസിക് പരിശോധന പോലീസ് നടത്തി കഴിഞ്ഞു. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എലത്തൂർ പോലീസ് സ്റ്റേഷനിലുണ്ട്. നമ്മളും ഇവിടെ തന്നെയാണുള്ളത്. എലത്തൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ തന്നെയാണ് നമ്മളും ഉള്ളത്. പോലീസ് എന്തെങ്കിലും വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എബി, തീർച്ചയായും വിശദാംശങ്ങൾ ലഭ്യമാക്കുക. വളരെ വേഗം തന്നെ ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങി വരാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ ആ സമയത്ത് ലഭ്യമാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിയാസ് KMR ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.